ഹലോ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? സോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ബർത്ത്ഡേ പരിപാടിയാണ്. അങ്ങനെ വലിയ കാര്യമായ സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ജൂലൈ ബേബീസിൻ്റെ ബർത്ത്ഡേയുടെ കൂടെ എൻ്റെ ബർത്ത്ഡേയും കൂടെ നമ്മൾ നൈസായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് കേട്ടോ ജൂലൈയിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന മെമ്പർ. അപ്പോൾ ഇവരുടെ എല്ലാം ബർത്ത്ഡേ വന്നിട്ട് ജൂലൈയിൽ എപ്പോഴും ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ ആയിട്ടാണ്. സോ അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും കുമ്മനടിക്കാറുണ്ട്. അങ്ങനെ ഒരു വട്ടം ഓൾറെഡി എല്ലാവരെയും വിളിച്ച് വലിയൊരു ഗ്രാൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞതുകൊണ്ട് സോ ഇന്നിപ്പം നമ്മൾ രണ്ടുപേരും പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് ഷിനോ, ആശാൻ ആൻഡ് ഡ്രാഗൺ, ഐശ്വര്യ. നിങ്ങൾ എൻ്റെ മോൺട്രിയൽ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവരെ മാത്രം അവരും ജസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്ത്. അവരൊരു 5 minutes അപ്പുറം താമസിക്കും, 5 അല്ലെങ്കിൽ 3 minutes അപ്പുറം താമസിക്കുന്നത്. സോ അവരും ഉണ്ട്, നമ്മളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതെ, ചെറിയ രീതിയിൽ ഞാൻ തന്നെ, ഐ മീൻ നമ്മളെല്ലാരും ചേർന്നിട്ട് ആഘോഷിക്കുന്നു. വലിയ രീതിയിൽ ആഘോഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമ്മതിക്കില്ല. ഞാൻ സമ്മതിച്ചില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ, ഓൾറെഡി നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും ഇനി ഒരു വലിയൊരു പാർട്ടി കാര്യങ്ങളൊന്നും ആയിട്ട് നടത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ബർത്ത്ഡേ നമ്മൾ അടിച്ചു വിളിക്കുന്നതായിരിക്കും. അതുമല്ല, പിന്നെ ഇന്ന് വർക്കിംഗ് ഡേയും കൂടെയാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വരല് അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഓൾറെഡി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതായിട്ട് അതിൻ്റെ ആവശ്യമായിട്ട് തോന്നിയില്ല. ഒരു വയസ്സ് ഫസ്റ്റ് ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. ഓക്കെ, അല്ല, പക്ഷെ എന്താണേലും ബർത്ത്ഡേ എന്നുള്ളതൊരു വാലിഡ് ഡേ ആണ് എന്നെ സംബന്ധിച്ചിട്ടോ. അപ്പോൾ എനിവേസ് അതൊക്കെയാണ്. അപ്പം നമ്മളിതാ വൈകിട്ട് നമ്മൾ ഇന്ന് കുക്കിങ്ങും പരിപാടികളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഫുഡ് നമ്മൾ പിസ്സ വല്ല ഓർഡർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇപ്പം നമ്മൾ വീടിനടുത്ത ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പാപ്പ ജോൺസ് എന്ന് പറഞ്ഞിട്ടൊരു പിസ്സ കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പിസ്സ വാങ്ങിക്കുന്നു, ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കും കട്ട് ചെയ്യുന്നു. നമ്മൾ വളരെ ലളിതമായി അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അപ്പം ഈ വ്ളോഗ് എവിടെ എത്തും, എന്താണ് ഇതിന് എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എടുത്ത് വരുമ്പോഴറിയുള്ളൂ. സോ എന്തെങ്കിലും കാര്യമായിട്ടുള്ളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും, ഒരു ചെറിയൊരു മെമ്മറി ആയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു വെൽക്കം പറഞ്ഞു. വെൽക്കം ടു അവർ ചാനൽ. വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 30th, 2025. ഇപ്പോൾ സമയം അറൗണ്ട് ഒരു 9-9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പിസ്സക്കടയിൽ വന്നു. അപ്പം ആശാനും ഡ്രാഗണും അവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങളിപ്പോൾ പിസ്സ വാങ്ങാൻ വേണ്ടി കടയിലോട്ട് പോവാം. സോ നമുക്ക് അവിടെ മീറ്റ് ചെയ്ത് പിസ്സയും കളക്ട് ചെയ്ത് ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നുള്ള സ്കീമിൽ. അപ്പോൾ ആ ഓർഡറും ഒക്കെ പ്ലേസ് ചെയ്ത് ഞങ്ങളിരുന്ന് സംസാരം. ആശാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ തള്ളിമറിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ പിസ്സയൊക്കെ വാങ്ങിച്ച് ഞാനും അഖിലും ഞങ്ങളുടെ വണ്ടിയിലും, ഓൾസോ ആശാൻ ആൻഡ് ഡ്രാഗൺ അവരുടെ വണ്ടിയിലും നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ഒരു പിസ്സ കട എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 minutes ഡ്രൈവ് അത്രേ ഉള്ളൂ. ആ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു വളവുണ്ട്. ആ ഒരു വളവ് തിരിഞ്ഞാൽ ഉടനെ ഈ ഒരു ഗ്യാസ് സ്റ്റേഷനാണ്, അവിടെയാണ് ഈ പിസ്സ കട ഉള്ളത്. അപ്പോൾ എനിവേസ് പിസ്സയൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീടെത്തി. ബർത്ത്ഡേ സർപ്രൈസസ് ആർ നോട്ട് സർപ്രൈസസ് എനിമോർ അല്ലേ, ബിക്കോസ് ഓൾറെഡി എനിക്കറിയാം അഖിൽ എന്തായാലും എനിക്കൊരു ബർത്ത്ഡേ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ തരുമെന്ന്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബർത്ത്ഡേ കാർഡ് പർച്ചേസിങ്ങും അതിനുള്ളിൽ എന്തെഴുതണം എന്നുള്ള ഡ്യൂട്ടീസ് ഒക്കെ അഖില് ഡ്രാഗൺ ആയിരുന്നു ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഖിലിന് ഒരു ഐഡിയ ഇല്ല ആ കാർഡിനുള്ളിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന്. ഡ്രാഗൺ ആണെങ്കിൽ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഏറ്റെടുത്ത് ഡ്രാഗന്റെ സകല കലയും ഡ്രാഗൺ വെളിയിലെടുത്തു. അപ്പൊ ഈ കാർഡ് കണ്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുന്ന അഖിലിനെയാണ് കേട്ടോ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. യൂഷ്വലി ഗിഫ്റ്റ് കിട്ടുന്ന ആളാണ് സർപ്രൈസ് ആവുന്നെങ്കിൽ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. എന്റെ മനസ്സാണിത്. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്റെ അതിലുള്ള ഞാൻ സീസണിൽ തന്ന കാർഡിലുള്ള ഒരു മാറ്റമല്ല, നോക്ക് ഓരോ ഇതിലും അതല്ല. ഫേവറേറ്റ് അക്കൗണ്ടന്റ്, ബഡ്ജറ്റ് ബോസ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്, താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് ദ ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ ടു ജെന്റിൽ roasting. Oh, roasting. Okay. You call you call me financially unpredictable. I call it strategic investing in happiness. Oh, every package, every part, every little stretch feels worth it because at the end of the day, you are the only thing I could never put a price on. Sure, it probably won't be done right the first time, but I will definitely do it. Love you more than I love car parts. Really? അങ്ങനെയാണ് ഞാൻ എന്നോ ആ മറ്റേ 3 series എടുത്ത് ആ മുട്ടി നടന്നേനെ.
Starbucks and that saying something, your forever expensive husband. Oh, that's true, that's true. You too, Muthu. നന്നായി വളരണം. നന്നായി വളരണം. നന്നായി. രണ്ടിനും ഇവൻ എഴുതിയത് അവള് വായിക്കണാണ് എക്സ്പ്രഷൻ വരുന്നത്. രണ്ടിനും കൂടി ആദ്യം അല്ലാതെ ഞാൻ മൊത്തത്തിലേ പറയുന്നില്ല. പക്ഷേ CS-ന്റെ കാർഡിൽ എഴുതാനുള്ളത് ഞാൻ ഡ്രാഗൺ അയച്ചു കൊടുത്ത സാധനം. അത് ഞാൻ ചാറ്റ്ജിപിടിയിൽ ഇട്ടിട്ട് ഭാര്യയ്ക്കുള്ള ഒരു റിപ്ലൈ പറഞ്ഞെടുത്തു. കോമഡി. ഓഹോ നമുക്ക് രണ്ടുപേർക്കും സർപ്രൈസ് കിട്ടിയില്ലേ? രണ്ട് ബലൂണെങ്കിലും വീർപ്പിക്കേണ്ട അതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആവില്ലല്ലോ. സോ ഞങ്ങള് വളരെ മിനിമൽ ആയിട്ട് ഒരു ചെറിയ ഡെക്കോർ തട്ടിക്കൂട്ടി അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു 5-10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി എടുത്തൊരു സെറ്റപ്പ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. നത്തിങ് ടു ഫാൻസി, ഭയങ്കര സിമ്പിൾ മിനിമൽ ലുക്ക്. അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്താലോ? അങ്ങനെ കേക്ക് കട്ടിങ്ങിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ ശേഷം നമ്മൾ വാങ്ങിച്ച പിസ്സ കഴിച്ചു. എന്തോ പറയാണ്ട് താങ്ക് യു. അല്ല, നമ്മള് ബാക്കി വീഡിയോ നാളെ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ഇന്നലത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമ്മുടെ കേക്ക് കട്ടിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് അഖിൽ ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. യൂഷ്വലി വരാൻ ഒരു 7 മണിയൊക്കെ ആവും, പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഒരു അടുത്തൊരു ഷോപ്പിംഗ് മോൾ ഉണ്ട്. അപ്പോൾ ഷോപ്പിംഗ് മോളിൽ പോകണം, കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഷോപ്പിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ അല്ലെന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമുക്കിവിടെ ബർത്ത്ഡേ മന്തിൽ കുറേ ഫേമസ് ലൈക്ക് പല ബ്രാൻഡഡ് സ്റ്റോഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഈ ബർത്ത്ഡേ മാസം അല്ലെങ്കിൽ ചിലരുടെ ബർത്ത്ഡേ മന്ത്, ചിലർക്ക് ആ ഒരു പർട്ടിക്കുലർ ഡേ, നമ്മുടെ ബർത്ത്ഡേ എന്നാണോ ആ ഡേ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഓഫേഴ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സെഫോറ, അതേപോലെ ബോഡി ഷോപ്പ്, സ്റ്റാർബക്സിനൊക്കെ ഫ്രീ കോഫി കിട്ടും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടോ, 6:30 ആയി. ഇവിടുത്തെ ഈ ഷോപ്പിംഗ് മോളും കാര്യങ്ങളൊക്കെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എല്ലാവരും അടച്ച് പൂട്ടിക്കെട്ടി വീട്ടിൽ പോകും. അതാണ് പതിവ്. പിന്നെ നമ്മളത് കഴിഞ്ഞൊരു ഡിന്നർ പ്ലാനോടുണ്ട് നമുക്ക്. അപ്പോൾ ഡിന്നറും കഴിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ അങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലേ സേസു? ഒരു ഹായ് പറയൂ. അതാണ് പ്ലാൻ, വേറെ പ്ലാൻ ഒന്നുമില്ല. ഓക്കെ. സോ ഇതാണ് ഞാൻ എടുത്തത്. ഹുദ ബ്യൂട്ടീൻ്റെ ഒരു ഫൗണ്ടേഷൻ, പിന്നെ ഒരു സെഫോറേൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആൻഡ് ഓൾസോ സെഫോറേൻ്റെ ഒരു പ്രൈമർ. ഞാൻ റെയർ ബ്യൂട്ടീൻ്റെ ബ്ലഷ് നോക്കി, പക്ഷേ ഒത്തിരി ഷെയ്ഡായതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി പോയി ഏതെടുക്കണം. സോ അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സെഫോറയിൽ ഇറങ്ങി നമ്മളിനി എന്താ പരിപാടി? നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു സാൻഡിൽസോ രസമുണ്ട്. കഫ്താനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ ഓൾസോ നമ്മൾ ഈ നടന്നു വന്നപ്പോൾ അവിടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കട കണ്ടു. അവിടുന്ന് എന്തൊക്കെയോ 1-2 സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. നെക്സ്റ്റ് നമ്മൾ പോയത് എനിക്കൊരു സാൻഡൽസ് നോക്കാനാ. അവിടുത്തെ സ്റ്റാർട്ടിംഗ് സൈസ് തന്നെ ഇതായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ എന്നെ പോലുള്ള 2 പേർക്ക് ആ ചെരുപ്പിൽ കയറാം.
ആ കടയിൽ എൻ്റെ സൈസിനൊത്ത് ആകെ കിട്ടിയ ഒരേ ഒരു ചെരുപ്പ് ദാ ഞാൻ ഈ കാലിലിട്ടേക്കുന്ന ഈ ഒരു റെഡ് ആണ് കേട്ടോ. അത് ഞാൻ ചുമ്മാ ഇട്ടിങ്ങനെ അകലിനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഷൂസ് ഒക്കെ ആണെങ്കിൽ എല്ലാ സൈസും അവൈലബിൾ ഉണ്ട്. പക്ഷെ എന്തോ സാൻഡൽസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് സൈസ് തന്നെ ഭയങ്കര വലുതാണ്. എൻ്റെ പാകത്തിനുള്ള സാൻഡൽസ് കിട്ടണമെങ്കിൽ ഇനി വല്ല കിഡ്സ് സെക്ഷനിലും പോയി തപ്പേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാ, ഡിന്നർ കഴിക്കാൻ പോവാ. ടുഡേസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ അഖിൽ സിയസ്. നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോണത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹൗസിലാണ്. ദ കെഗ് സ്റ്റേക്ക് ഹൗസ് എന്നാണ് ഇതിന്റെ പേര്. നമ്മളെ അവർ വെൽക്കം ഒക്കെ ചെയ്ത് ഇരുത്തി മെനു ഒക്കെ തന്നു. അപ്പം ഞങ്ങൾ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. യൂഷ്വലി ഇവിടെ ഡൈനിങ് കിട്ടണമെങ്കിൽ റിസർവേഷൻ വേണം കേട്ടോ. പക്ഷേ ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് റിസർവേഷൻ മാൻഡേറ്ററി അല്ലായിരുന്നു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ റിസർവേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെന്നാൽ നമുക്ക് ഡൈനിങ് കിട്ടാനുള്ള പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ കട്ട്ലൈറ്റ് പോലെ ഇല്ലേ? കട്ട്ലൈറ്റിന് അവര് ആധുനികവൽക്കരിച്ചു തന്നു. നമ്മൾ ഒരുപാട് നേരം എടുത്ത് അവർ പോസ്റ്റ് ആക്കിയില്ല. ഓർഡർ ചെയ്തൊരു 15 to 20 മിനിറ്റ്സിൽ ഫുഡ് കിട്ടി. ലോബ്സ്റ്ററിന്റെ കണ്ണ് കാണും. കൊമ്പ് കുത്തട്ടെ, കുത്ത് കുത്ത്. ഹാപ്പി ബർത്ത്ഡേ പാടുക. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ഈ റെസ്റ്റോറൻറ്റിൽ വന്ന 90% ഓഫ് ആൾക്കാരുടെയും ബർത്ത്ഡേസ് ആയിരുന്നു. ബിക്കോസ് അപ്പുറം ഇപ്പുറം എല്ലാ ടേബിളിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ജൂലൈ 31 ഇത്രയും പേര് ജനിച്ചിട്ടുണ്ട് എന്നുള്ള നഗ്ന സത്യം ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു ലോബ്സ്റ്ററും സ്റ്റേക്കും ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് നമുക്ക് ഇവിടെ പൊട്ടിക്കാം. ചക്കുന് ഞാൻ ഇതിൽ ഇങ്ങനെ തരാം. അവര് മട്ടനും ഒക്കെ കഴിക്കുമ്പം കഴിച്ചില്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. അവർ ലോബ്സ്റ്ററിന്റെ വേറെ ഒന്നുമില്ലല്ലോ, ഉപ്പ് പോലും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ അവരുടെ ഹൗസ് സ്പെഷ്യൽ റെഡ് വൈനും വൈറ്റ് വൈനും കൂടി ഓർഡർ ചെയ്തായിരുന്നു. രണ്ടും നല്ലതായിരുന്നു. ഈ ഒരു സ്റ്റേക്കും വൈനും ആണ് ഈ ഒരു ഫുഡിന്റെ കോമ്പിനേഷൻ. അപ്പോൾ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അടുത്തൊരു സർപ്രൈസ്. കാര്യം അപ്പുറം ഇപ്പറയൊക്കെ ഹാപ്പി ബർത്ത്ഡേ കേട്ടെങ്കിലും ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. Oh my god, thank you so much. Thank you. ചക്കടു തിന്നു നിർത്തും. A few moments later. വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെ അത് തിന്നു തീർത്തു. നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഈ കേക്ക് നമുക്ക് കോംപ്ലിമെന്ററി ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അവർ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വയറൊക്കെ നിറഞ്ഞിട്ടേ വയ്യ, സംസാരിക്കാൻ പോലും വയ്യ, അത്രയും ഫുഡ് കഴിച്ചു. ബട്ട് നല്ല ഫുഡായിരുന്നു, കിടിലൻ ഫുഡായിരുന്നു. എന്നും അങ്ങനെ നമ്മൾ സ്ഥിരം കഴിക്കാത്ത ഒരു ഫുഡൊക്കെ ആയിരുന്നല്ലോ, ലോബ്സ്റ്ററും കാര്യങ്ങളൊക്കെ. സോ ഓവറോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരു വട്ടം കെഗിൽ പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈമാണ്. ബട്ട് ആദ്യത്തെ വട്ടം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഒരു അത് അഖിലിൻ്റെ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ അവർ കമ്പനി ഓർഗനൈസ് ചെയ്തൊരു ഡിന്നറിന് പോയതാണ് ഞങ്ങൾ. അപ്പോൾ ഇത്രയും ഗ്രാൻഡായിട്ട് ഞങ്ങളന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടായിരുന്നു അന്ന് കെഗിൽ പോയത്. അപ്പോൾ നമുക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊന്നും വലിയ പിടുത്തുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് ഞങ്ങൾ അറച്ചും പുറിച്ചും കുറേ കഴിച്ചു, ഭക്ഷണം കഴിച്ചു. എനിവേസ് വാസ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. സി യു സൂൺ. ദിസ് വീഡിയോ ഈസ് ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മൈ ഡേ സ്പെഷ്യൽ. അല്ല, അതിനൊരു മനസ്സ് വേണമല്ലോ. സോ താങ്ക് യു സോ മച്ച്. പിന്നെ മൊത്തത്തിലൊരു ഗുഡ് വൈബായിരുന്നു ഇന്ന്, അല്ലേ? ഹാപ്പി ഡേ, ഹാപ്പി മൂഡ്. സോ യാ, അപ്പൊ അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ലോഗ്. ഓക്കെ, ബൈ. ചക്കുവാണ് ഇന്നത്തെ വീഡിയോ ഇൻട്രോ ചെയ്യുന്നത്. എന്തെങ്കിലും പറഞ്ഞു. ഉണ്ണി വരണ സമയമായി. ഓക്കെ, അങ്ങനെ നമ്മൾ അവനും ആദ്യമായിട്ടാ വായിക്കുന്ന കേട്ടാ. നമുക്ക് രണ്ടുപേരും കൂടെ ഒപ്പം വായിക്കാം. അതെന്താ അതിന്റെ അവസ്ഥ എന്താ? കിട്ടുണ്ടോ?
കത്തു അത്. ഞാൻ ഗ്യാസിന് മുകളിൽ അതെ അയ്യോ ചിരിപ്പിക്കല്ലേ കൊലുങ്ങണ വീഡിയോ. അവിടുന്ന് മാറിക്കണോ? അയ്യോ വീഡിയോ കൊലുങ്ങണ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. Happy birthday to you. Happy birthday. Happy birthday to you. ഇന്ന് മീറ്റർ ഷവർ ഉണ്ടെന്ന് കേട്ടു. അത് ചോദിക്കുമ്പോ വിശക്കുന്നു പറഞ്ഞോട്ടെ. ഇതൊക്കെ